നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈനേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഒരുപാട് പേര് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, റൈസിൻസ് ആണ്. അതായത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയെ കുറിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. ചെറിയ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം പോലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ അത് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ഒരുപാട് എണ്ണമറ്റ ഗുണങ്ങളാണ് ഈ റൈസിൻസിനുള്ളത്. അത് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉണക്കമുന്തിരിയിൽ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറ തന്നെയാണ്. അതുപോലെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഇതുപോലെ പോഷക സമൃദ്ധമാണ് റൈസിൻസ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഒരു ദിവസം ഒരു പിടി കഴിച്ചാൽ മതി. ഒരു പിടി എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ ചെറുപ്പ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 ഒക്കെ ഉണ്ടാവും ഏകദേശം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പിടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു പിടി റൈസിൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ശീലമാക്കിയാൽ, വെറും വയറ്റിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒന്ന്, നമുക്ക് കാൽഷ്യം ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലിനും പല്ലിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും സമൃദ്ധമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കണ്ണിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ സ്കിന്നിനും വളരെ നല്ലതാണ്. അയണിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് HB വർദ്ധിക്കാനായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ വളരെ നല്ല രീതിയിലേക്ക് വരികയും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയും നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെയധികം രോഗപ്രതിരോധ ശേഷി നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ആ രോഗങ്ങളെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശേഷി ഇതിനുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡയബറ്റീസിനും പ്രമേഹ രോഗികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ധാരാളമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് റൈസിൻസ്. നല്ല വിശപ്പുണ്ടാക്കുകയും ഭക്ഷണം നന്നായിട്ട് ദഹിക്കുകയും നമ്മുടെ വയറിന് നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. മലബന്ധത്തിനും അതായത് കോൺസ്റ്റിപ്പേഷനും വളരെയധികം ഗുണം കിട്ടും. ഒരുപാട് പേര് കോൺസ്റ്റിപ്പേഷൻ മൂലം ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയാണ് ഓടി നടക്കുന്നത്. എന്നതുപോലെ തന്നെ കുറേയധികം പേർ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർ വണ്ണം വെക്കാനായിട്ട് അവരുടെ ശരീരം വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വണ്ണം വെക്കാൻ സഹായിക്കുകയും ചെയ്യും. കാരണം ഇതിനകത്ത് പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു പിടിയാണ് ഒരു ദിവസം കഴിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി. ഇതിന്റെ അളവ് നമ്മൾ കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുവാനായിട്ട് സഹായകരമായിട്ടുള്ളത്. അപ്പോൾ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത റൈസിൻസ് നമുക്ക് തലേദിവസം നല്ല ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാം. സ്ഥിരമായിട്ട് കഴിച്ചാൽ നല്ല ഒരു HBയുടെ കണ്ടന്റ്, അതായത് അനിമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ മാറി, ആ വിളർച്ചയൊക്കെ മാറി നല്ലൊരു രക്തച്ചുവപ്പൊക്കെ നമുക്ക് മുഖത്തൊക്കെ കിട്ടുകയും ചെയ്യും. വണ്ണം വെക്കാനും സഹായിക്കും. ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയും കണ്ടന്റ് ഉള്ളതുകൊണ്ട് വണ്ണം കൂടും എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റൈസിൻസ് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്.
റൈസിൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള റൈസിൻസ്, ഉണക്കമുന്തിരി നിങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ പല രൂപത്തിൽ പല ക്വാളിറ്റിയിലുള്ള റൈസിൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ റൈസിൻസ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ റൈസിൻസ് കൊണ്ട് നമുക്ക് BP കുറയ്ക്കാനും അത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൂടി നമുക്ക് പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതൊരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും. ഇതുപോലെ മറ്റൊരു അറിവുമായിട്ട് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്